അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം, അത് നബിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തോടും സ്നേഹം വേണം. അതുകൊണ്ട് തന്നെ അവിടുത്തെ കുടുംബത്തോട് വലിയ സ്നേഹം വേണം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു സാധാരണ വ്യക്തിയല്ല. സ്വന്തം ഒരു കറാഹത്ത് ചെയ്യാറില്ല, ഒരാളെ കറാഹത്ത് ചെയ്യാൻ അനുവദിക്കാറില്ല. പിന്നെ ഹറാമിന്റെ കാര്യം ഞാൻ പറയണോ? ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മകനാണ് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉസ് സുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 100% ഫോളോ ചെയ്ത് ജീവിക്കുന്ന മഹാൻ. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മദ്ഹബും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബും രണ്ടും രണ്ട് മദ്ഹബാണ്. ചില പുത്തൻവാദികൾ ആളുകൾ കൺഫ്യൂഷൻ ആക്കും. ഒറ്റ ഖുർആൻ ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ഇങ്ങനെ 4 മദ്ഹബ് ചോദിക്കൂ. അത് മദ്ഹബ് എന്താന്ന് അറിഞ്ഞൂടായിട്ടാ. മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇയാൾ വിചാരിച്ച അങ്ങാടി നോക്കുന്ന സാധനമാണ്. അല്ലല്ല, മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഖുർആനിലും ഹദീസിലും വ്യക്തമായി പറഞ്ഞിട്ട് തീരുമാനം, അതിന്റെ പേരാ മദ്ഹബ്. അത് ആര് പറയും? ഖുർആനും ഹദീസും വിശദമായി പഠിച്ച പണ്ഡിതന്മാര് പറയും. അതാണ് ഷാഫിഈ ഇമാം എടുത്ത തീരുമാനം. മാലിക് മദ്ഹബ് മാലിക് ഇമാം എടുത്ത തീരുമാനം. കാരണം അവർക്ക് നമ്മളെക്കാളൊക്കെ വലിയ വിവരസ്ഥന്മാരാണ് അവർ. അതുകൊണ്ടാണ് മുഹീദ്ദീൻ ശൈഖ് അടക്കം ഷാഫിഈ ഇമാമിനെ പിന്തുടർന്നത്. അവർക്ക് വിവരമുള്ളതുകൊണ്ടാ. വിവരമില്ലാത്തവനാ ഷാഫിഈ ഇമാം ചോദ്യം ചെയ്യുന്നു. സഹോദരന്മാര്, അതിപ്പോ പറയാൻ സമയമല്ല. എന്നാൽ ചിലർക്കൊരു ധാരണ ഉണ്ട്. നമുക്ക് എത്ര കല്യാണം കഴിക്കാമനെ? നമുക്ക് എത്ര കല്യാണം കഴിക്കാം? 4. നല്ല കോളായി. ഒരൊറ്റ ഒന്ന് 4 കല്യാണം തന്നെ. എങ്ങനെ അറിയോ നിങ്ങള്? വളരെ ചുരുക്കം ചില ആളുകൾക്ക് 2 വിവാഹം കഴിക്കാം. വളരെ വളരെ ചുരുങ്ങിയ ചില ആളുകൾക്ക് 3 കഴിക്കാം. വളരെ 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 ചുരുങ്ങിയവർക്ക് 4 കഴിക്കാം. അങ്ങനെ നമുക്കൊക്കെ 4 അല്ല, എനിക്ക് 1 തന്നെ അള്ളാഹ് അനുവദിച്ച വലിയ ഭാഗ്യ. കാരണം നമുക്ക് അങ്ങനെ നീതി പുലർത്താൻ കഴിയൂല. അപ്പോ 4 വിവാഹം കഴിക്കാന്ന് പറഞ്ഞതിന് അർത്ഥം എല്ലാവർക്കും കഴിക്കാന്നല്ല. ഇതുപോലെ 4 മദ്ഹബുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ വിഷയത്തിലും 4 മദ്ഹബ് 4 തീരുമാനം ഉണ്ട് എന്നല്ല. ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയങ്ങളിലൊക്കെ ഒരൊറ്റ തീരുമാന. 5 നേരം നിസ്കരിക്കണം, ഒറ്റ മദ്ഹബ്. കള്ളുടിക്കാൻ പാടില്ല, ഒറ്റ മദ്ഹബ്. പലിശ വാങ്ങാൻ പാടില്ല, ഒറ്റ മദ്ഹബ്. റമദാനിൽ നോമ്പെടുക്കണം, ഒറ്റ മദ്ഹബ്. സക്കാത്ത് കൊടുക്കണം, ഒറ്റ മദ്ഹബ്. ഹജ്ജ് ചെയ്യണം, ഒറ്റ മദ്ഹബ്. ഉമ്മ വാപ്പാനെ ബഹുമാനിക്കണം, ഒറ്റ മദ്ഹബ്. അയൽവാസിക്ക് ശല്യം ചെയ്യാൻ പാടില്ല, ആരെയും ശല്യം ചെയ്യാൻ പാടില്ല, ഒറ്റ മദ്ഹബ്. കുടുംബബന്ധം ചേർക്കണം, ഒറ്റ മദ്ഹബ്. ഭാര്യനെ ദ്രോഹിക്കാൻ പാടില്ല, ഒറ്റ മദ്ഹബ്. ഭർത്താവിനെ വഞ്ചിക്കാൻ പാടില്ല, ഒറ്റ മദ്ഹബ്. ആരെയും ആക്രമിക്കാൻ പാടില്ല, ഒറ്റ മദ്ഹബ്. സുബ്ഹാനല്ലാഹ്. അടിസ്ഥാനപരമായ വിഷയത്തിലൊക്കെ ഒറ്റ മദ്ഹബ്. ഒരാളെയും ഗീബത്ത് പറയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയാൻ പാടില്ല, തങ്ങന്മാരെ പാർട്ടി നോക്കി നിന്ദിക്കാൻ പാടില്ല. ഒറ്റ മദ്ഹബ്. അതിലൊന്നും 2 മദ്ഹബില്ല. വളരെ ചുരുങ്ങിയ ചില വിഷയങ്ങളിൽ 2 മദ്ഹബുണ്ട്. വളരെ വളരെ ചുരുങ്ങിയതിൽ 3 ഉണ്ട്. വളരെ 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 ചുരുങ്ങിയതിൽ 4 ഉണ്ട്. ഇങ്ങനെയാ. അല്ലാതെ എല്ലാ വിഷയത്തിലും 4 മദ്ഹബ്, 4 തീരുമാനമല്ല. സുഹൃത്തുക്കളെ, അതിപ്പോ പറയാൻ സമയമില്ല. എന്നാൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബും ഒരു വിഷയത്തിൽ 2 മദ്ഹബ് വന്നു. ഏതാ മദ്ഹബ്? എന്താ വിഷയം എന്നറിയോ? ധാരാളം സ്വത്തുക്കൾ ഇങ്ങനെ വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിതരണം ചെയ്യുമ്പോ പറഞ്ഞു, ഞാൻ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുമെന്ന്. അതെന്താ എല്ലാവർക്കും ഒരുപോലെ എന്ന് പറഞ്ഞത്? അത് നേരത്തെ ബദറിലൊക്കെ പങ്കെടുത്ത കുറെ മഹാന്മാരുണ്ട്. ബദറിലൊക്കെ പങ്കെടുത്തവര് ഇസ്ലാമിന്റെ ശത്രുക്കളെ അവർ ജീവൻ പണയം വെച്ച് പോരാടിയ മഹാന്മാരാ. ഇപ്പോ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഇസ്ലാമിൽ വന്നവരുണ്ട്. പണ്ട് നമ്മളോട് യുദ്ധം ചെയ്തിട്ട് പിന്നെ ഇസ്ലാമിൽ വന്നവരുണ്ട്. ഇവർക്കെല്ലാം ഒരുപോലെയാ ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അതിന് മഹാനവറുകളെ ന്യായം എന്താ? മഹാനവറുകൾ പറഞ്ഞു, ആദ്യമേ ഉള്ള സജീവ പ്രവർത്തകന്മാര് അവർക്ക് അള്ളാന്റെ അടുക്കൽ വലിയ പ്രതിഫലം അള്ളഹാനോട് വാങ്ങണം. ഞാൻ ഇവിടുത്തെ ഭരണാധികാരിയാ, ഞാൻ ഇവിടെ എല്ലാവർക്കും ഒരുപോലെ, എല്ലാവരും എന്റെ ഭരണത്തിന് കീഴിൽ ഒരുപോലെ, എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സിദ്ദീഖുൽ അക്ബറിന്റെ മദ്ഹബ് അല്ല എന്റെ മദ്ഹബ്.
2 മദ്ഹബ് എങ്ങനെയാ വന്നതെന്നും 4 മദ്ഹബ് എങ്ങനെയാ വന്നതെന്നൊരു മോഡൽ ചെറുപ്പക്കാര് മനസ്സിലാക്കാനും നല്ലതാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മദ്ഹബ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബല്ല. ഈ വിഷയത്തിൽ എന്റെ മദ്ഹബ് എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്ത ബദരീങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നവരും ഒരുപോലെ ഞാൻ കാണൂല. അതുകൊണ്ട് ഇപ്പൊ അടുത്ത് വന്നവർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കും പഴയ ആളുകൾക്ക്. അങ്ങനെയാണ് എന്റെ അഭിപ്രായം, എന്റെ വീക്ഷണം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. മാനവറുകൾ കൊടുക്കുന്ന സമയത്ത് ആദ്യമുള്ള ആളുകൾക്ക് കൂടുതൽ കൊടുത്തു, പിന്നുള്ളവർക്ക് കുറച്ചിട്ടും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സംഭവം ഉണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവും ഉണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം മകന് 3000 കൊടുത്തു. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉസാമക്ക് അതാ 3500 കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബാപ്പയോട് ചോദിക്കുന്നു, ബാപ്പാ, നിങ്ങൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉസാമക്ക് 3500ഉം നിങ്ങളെ മകനായ എനിക്ക് 3000ഉം തന്നത് എന്താണ്? അതെ, അദ്ദേഹം എന്നേക്കാൾ കൂടുതൽ ഒരു യുദ്ധത്തിലും പങ്കെടുത്തിട്ടില്ല, ഒരു പ്രവർത്തനത്തിലും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എന്നേക്കാൾ അദ്ദേഹത്തിന് ഒരു കൂടുതലും പറയാനില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ കൊടുത്തത് എന്താണ് ബാപ്പാ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മോനെ, എല്ലാ പരിഗണനയുടെയും അടിസ്ഥാനം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹവും അല്ലാഹുവിന്റെ റസൂലിന്റെ പരിഗണനയുമാണ്. ഞാനങ്ങനെ ചെയ്യാനുള്ള കാരണം നീ അറിയോ? അദ്ദേഹത്തിന്റെ ബാപ്പ അത് സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ബാപ്പ സെയ്ദ് റളിയല്ലാഹു അൻഹു നിന്റെ ബാപ്പ ഉമറിനേക്കാൾ അല്ലാഹുവിന്റെ റസൂലിന് വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാസർതു ഹിബ്ബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഹിബ്ബി. നിന്റെ ബാപ്പയെക്കാൾ അള്ളാന്റെ റസൂലിന് വലിയ സ്നേഹമുള്ള ആളാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു, അള്ളാന്റെ റസൂലിന്റെ പോറ്റുമോനാ. ആ സെയ്ദിന്റെ മകനോട് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് നിന്നോടുള്ളതിനേക്കാൾ സ്നേഹമാ. അതുകൊണ്ട് തന്നെ എന്റെ മകനോട് എന്റെ മനസ്സിൽ കൂടുതൽ സ്നേഹം സാധാരണയാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹത്തെ എന്റെ സ്നേഹത്തെക്കാൾ ഞാൻ പരിഗണിച്ച